the suffering in our life. Don't mourn over the suffering. Let's have it joyfully. And Father, our Alfonso will always intercede for us. May God bless us all. Father Paul Raja, parish priest, ഞാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട് ബ്ലെസ്സിങ് കൊടുക്കുക, കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ലൊരു മെസ്സേജും നല്ലൊരു ബ്ലെസ്സിങ് നൽകി. അച്ഛൻ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സകലത്തിന്റെ ജീവിതം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അനുഗ്രഹം കന്യകയായ വിശുദ്ധ അൽഫോൻസായ്ക്ക് നൽകിയല്ലോ. വർണ്ണശബളമായ അങ്കിയണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ കർത്താവിന്റെ വചനം. ജാഗ്രതയെ കണ്ടെത്തിയ ഇവൾ വിവേകമതിയായ കന്യകയാണ്. ഇവൾ വിവാഹമെന്നതിന് അവിടത്തോടൊപ്പം അകത്ത് പ്രവേശിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അകാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയിരുന്നില്ല. വിവേകികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും കരുതിയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മൈക്കിളച്ച, ഈഫനച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഇരിക്കുകയാണ്. നമ്മൾ ജൂലൈ 28-ാം തീയതി അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. പ്രത്യേകിച്ച് ഇന്നിവിടെ മലയാള കമ്മ്യൂണിറ്റി അൽഫോൻസാമ്മയുടെ തിരുനാൾ ഒരിക്കൽ കൂടി ഊർജിതമായിട്ട് ആഘോഷിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം എന്നൊരു തോന്നലെപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമുക്ക് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരനുഭവം അൽഫോൻസാമ്മയോട് നമുക്ക് എല്ലാവർക്കും. എൻ്റെ ജീവിതത്തിൽ അൽഫോൻസാമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം പ്രത്യേകിച്ച് അൽഫോൻസാമ്മ ജീവിച്ച് മരിച്ച ഭരണങ്ങാനത്ത് ഒത്തിരിയേറെ കാലമായിരിക്കും എനിക്ക് ലഭിച്ചത്. ഭരണങ്ങാനമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ട്. ഞാൻ ജനിച്ചത് ഭരണങ്ങാനം ഒരാശത്തിലാണ് ജനിച്ചത്. ഞാൻ മാമോസ സ്വീകരിച്ചത് അവിടെ ഒരു പള്ളിയിൽ തന്നെയാണ് മാമോസ സ്വീകരിച്ചത്, ഭരണങ്ങാനം തന്നെയാണ്. അതിനുശേഷം ഞാൻ അച്ഛനാകാനായിട്ട് സെമിനാരിയിൽ ചേർന്നത് ഭരണങ്ങാനത്താണ്. എൻ്റെ പട്ടം നടന്നത് ഞങ്ങളുടെ ഭരണങ്ങാനത്തിൻ്റെ ആശ്രമത്തിൽ വെച്ചാണ്. അതിനുശേഷം എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ തുടക്കകാലം 3 കൊല്ലം ഞാനായിരുന്നത് ഭരണങ്ങാനത്ത് തന്നെയാണ്. അപ്പം ഒത്തിരിയേറെ കാലം ഭരണങ്ങാനത്ത് ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയോട് ഒത്തിരിയേറെ ആത്മബന്ധം എൻ്റെ ജീവിതത്തിൽ.
ഒത്തിരിയേറെ അനുഭവങ്ങൾ അൽഫോൻസാമയ്ക്ക് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം പലതവണ അൽഫോൻസാമയുടെ കല്യാണത്തിൽ പോകുവാനും അതുപോലെ അൽഫോൻസാമ താമസിച്ചിരുന്ന മഠത്തിൽ പോകുവാനൊക്കെ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അൽഫോൻസാമ പ്രാർത്ഥിച്ചിരുന്ന ആ ദേവാലയത്തിൽ നിരവധി തവണ കുർബാന ചെല്ലാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ആ മഠത്തിൽ നിങ്ങൾ മ്യൂസിയമുള്ള മഠത്തിൽ പോയ ഒരു ശാഖയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ആശ്രമത്തിലെ അച്ഛന്മാരാണ് കുർബാനയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ അൽഫോൻസാമ പ്രാർത്ഥിച്ച പള്ളിയിൽ കുർബാന ചെല്ലാനുള്ള അനുഗ്രഹം എനിക്കുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് ഞാനിതൊക്കെ അല്ലെങ്കിൽ അൽഫോൻസാമ ആയ സ്ഥിതിയിലായിരുന്നു ഞാൻ പറയുന്നത് അത്രമാത്രം ദൈവിക അനുഭവം എനിക്ക് അവിടെ ലഭിച്ചു. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഭരണജ്ഞാനത്ത് അൽഫോൻസാമയുടെ സന്നിധിയിൽ പോകുമ്പോൾ നിങ്ങളെല്ലാം പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും കിട്ടാത്ത ഒരു അനുഭവം നമുക്ക് അവിടെ കിട്ടുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ലഭിക്കാത്ത ഒരു സമാധാനം, ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അൽഫോൻസാമയുടെ തിരുനാൾ നമ്മൾ ഏറെ ആഘോഷിക്കുന്നത്. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓരോ തിരുനാളും ഏത് വിശുദ്ധ തിരുനാളാണെങ്കിൽ പോലും സഭ നമ്മോട് പറയുന്നത് രണ്ട് കാര്യം ചെയ്യാനാണ്. ഏത് വിശുദ്ധയും ഏത് പുണ്യാന്റെയും തിരുനാൾ ആഘോഷിക്കും നമ്മൾ രണ്ട് കാര്യത്തിന് വേണ്ടി. ഒന്നാമത് ആ പുണ്യവതിയെ അല്ലെങ്കിൽ ആ പുണ്യവാനെ ഓർക്കുവാനും ആ പുണ്യവതിയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ വേണ്ടി നമുക്ക് അൽഫോൻസാമയെ ഒരു ജീവിതം സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ശുദ്ധിയുള്ള കാഴ്ചയായ ഒരു പരിധി പുഷ്പം പോലെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ച് സഹായിക്കുന്നിടങ്ങളിൽ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ സാന്നിധ്യങ്ങളായി മാറുവാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതിനായിട്ട് സന്ദേശം നമ്മൾ അനുഗ്രഹിക്കും. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അൽഫോൻസാമയോട് ചേർന്ന് നമ്മെ തന്നെ ദൈവ തിരുമനസ്സിന് മുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്കായി യാചിക്കാം. പ്രത്യുത്തരമായി വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയാൽ നമ്മുടെ ഈ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശ്വാസത്തിന്റെ രഹസ്യം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും
പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച് മനോഹരമായൊരു ഓർമ്മയുണ്ട്. വേദന കാരണം മെഴുകുതിരി പോലെ ഉരുകിക്കൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ രൂപതാമത്രൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ? അല്പനേരത്തെ മൗനത്തിന് ശേഷം ചെറു പുഞ്ചിരിയോടെ അവൾ പറയണത്, ഞാൻ സഹിക്കുകയല്ല, സ്നേഹിക്കുകയാണെന്ന്. കുരിശിലെ ക്രിസ്തുവിനെ മരണം വരെ സ്നേഹിച്ചു. അല്ലെങ്കിൽ ഇല പൊഴിയുന്ന മരത്തിനറിയാം ഒരു വസന്തകാലം അവളെ കാത്തിരിപ്പുണ്ടെന്ന്. സ്നേഹിക്കുന്നവൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, അത് വല്ലാത്തൊരു ഫീലാണ്. എല്ലാവർക്കും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുശേഷിപ്പും അതുപോലെ തന്നെ ഇമേജും ഒക്കെ വന്ദിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഭക്ഷണം വെച്ചിരിക്കുന്നതാണ്. നല്ലവനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥം അങ്ങ് ആശീർവദിക്കണമേ. ഈശോ ഇത് നൽകിയിരിക്കുന്ന സ്പോൺസേഴ്സിനെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഭക്ഷണം ക്രമീകരിച്ച അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ വ്യക്തികളെയും ഒക്കെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിൽ ഈ ഭക്ഷണം ഞങ്ങൾ ഒരു നേർച്ചയായിട്ട് കഴിക്കുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾക്ക് സമാശ്വാസം നൽകണമേ. ഞങ്ങൾ എന്തൊക്കെയാണ് അങ്ങയുടെ മുന്നിൽ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചത്, അതിനുള്ള ഫലം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.